ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വളരെ ത്യാഗനിർഭരമായ സേവനം ചെയ്യുന്ന മിഷനറിമാർ ഈ അടുത്ത കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ആ മതേതര ജനാധിപത്യ തത്വസംഹിതകൾക്ക് കളങ്കം ചാർത്തുന്ന രീതിയിലാണ് ഇന്ന് മിഷനറിമാരോട്, പ്രത്യേകിച്ച് ഇന്നലെ 2 സന്യാസിനിമാർ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി പോലീസ് നിഷ്ക്രിയമായി നിൽക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ നിഷ്ക്രിയത്വം, അവിടെ കൂടിയിരുന്ന തൽപര കക്ഷികളായ ചില ആളുകൾ അവരതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ട് മനുഷ്യക്കടത്ത് പോലുള്ള കേസ് ചാർജ് ചെയ്താണ് അവരെ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് തൊഴിലിനാണെന്ന് പറഞ്ഞ് മാതാപിതാക്കളിൽ നിന്നൊക്കെ രേഖപ്പെടുത്തിയ രേഖകളുണ്ടായിരുന്നു. അതുപോലും പരിശോധിക്കാൻ മനസ്സ് കാണിക്കാതെയാണ് പോലീസ്. ഈ നാട്ടിലെ നിയമത്തിൻ്റെ കാവൽക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവരൊക്കെ നിയമത്തെ കാറ്റിൽ പറത്തി സമ്മർദ്ദങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ വിധേയമായി സന്യാസിമാരെയും സന്യാസിനിമാരെയും മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു വളരെ അനാരോഗ്യകരമായ ഒരു കാലാവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്നു നിൽക്കുകയാണ്. ഇത് അടിയന്തരമായി ശ്രദ്ധിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇത്തരം രംഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നിർവഹണത്തിലുള്ള വീഴ്ച ഗൗരവമായി എടുക്കണം. അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ സഹകരിച്ച പങ്കുചേർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഈ സഹോദരിമാർ സേവന അർത്ഥമാണ് ഈ വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശത്തൊക്കെ താമസിക്കുന്നത്. കാലക്രമേണ ഈ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരൊക്കെ മനസ്സ് മടുത്ത് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അതുണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായ നടപടികളുണ്ടാകണം. അതിനുള്ള ഖേദവും ദുഃഖവും പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിലെ സഭ മാത്രമല്ല, രാജ്യത്ത് മനുഷ്യ മനസാക്ഷിയുള്ള ആളുകളൊക്കെ മരവിച്ച് നിൽക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ. ഇതിനോടുള്ള പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായി ഈ നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും.